ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താണെന്നറിയില്ല, ആ സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് നിന്നെപ്പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ എനിമീസിന്റെ മുന്നിൽ കൂടി നമ്മുടെ ബൈക്കിൽ പറന്നില്ലെങ്കിൽ നമ്മൾ ഫീൽഡ് വിട്ടെന്ന് അവർ വിചാരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ പവർ കാണിക്കണം. അതൊക്കെ നമുക്ക് വഴിയെ കാണിക്കാം. നീ ഇപ്പൊ പോയിട്ട് വാ. ചേടാ, മച്ചമ്പിക്ക് ശരിക്കും എന്താ പറ്റിയത്? അല്ല, മെഡല ഒബ്ലങ്കറ്റിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അല്ല, അതിനെന്തെങ്കിലും പറ്റിയല്ല സാധാരണ ഈ ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവുന്നേ. ഞാൻ കരുതി മച്ചമ്പി കല്യാണത്തിന് പോകാൻ റെഡി ആയിരിക്കാ, വൈകിയതിന് എന്നെ ചീത്ത വിളിക്കുന്നൊക്കെയാ. പക്ഷെ ഇവിടെ വന്നപ്പോഴല്ലേ കണ്ടത്. ചീറ്റിപ്പോയ പടക്കം പോലുള്ള മച്ചന്റെ നിപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വരുന്നു. മതി മതി മതി, എനിക്ക് കുറച്ചേരം കിടക്കണം. അതെ, ഈ കിടപ്പ് നമുക്ക് പറ്റിയ കിടപ്പ് ഇരിപ്പൊന്നും അല്ല കേട്ടോ. ശിവം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നതെന്ന് പലർക്കും നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലെങ്കിലേ പല ആൾക്കാരും തല വെക്കും. പറഞ്ഞില്ലടാ, നമുക്ക് വഴി ആലോചിക്കാം. നീ ഇപ്പൊ ചെല്ല്. അല്ല മച്ചമ്പി, കല്യാണത്തിനോട് ഞാൻ പറഞ്ഞോളാം, നീ ചെല്ല്. മച്ചമ്പിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കി ഇങ്ങനെ വീട്ടിൽ കുത്തിരിക്കുന്ന ആളല്ലല്ലോ. ചേട്ടാ, ഫുൾ ടൈം ഇങ്ങനെ ആണോ? അല്ല, മച്ചമ്പി ഫുൾ ടൈം ഇങ്ങനെ ആണോന്ന്. എന്താ മനസ്സിലായില്ല? ഒന്നുമില്ല. ഇനി മൊത്തത്തിലെങ്ങനെ വട്ടായി കാണുവോ? അങ്ങനെ വഴിയില്ല. നീ എന്താ കുട്ടി തന്നെത്താനെ പിറുപിറുക്കുന്ന? മച്ചമ്പി കൈവിട്ട് പോയി. ഇപ്പൊ പിടിച്ച് നേരെയാക്കിയാ കൈയോടെ കിട്ടും. ചെല്ല് ചെല്ല്. മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ പാവം തന്നെ. അയ്യോ, അതെ, ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ആ കുട്ടി പരുവം പറഞ്ഞു പോകുന്നുണ്ടായിരുന്നല്ലോ. ഷിബുവിന്റെ കല്യാണം എന്നെ വിളിക്കാൻ വേണ്ടി വന്നാ. എന്നാ പിന്നെ അവന്റെ കൂടെ ആ കല്യാണ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി കറങ്ങിട്ടൊക്കെ വരായിരുന്നു. ഇയാളുടെ ഈ കുത്തിയിരിപ്പൊക്കെ കുറഞ്ഞേനെ. എനിക്കതൊന്നും വയ്യ. നിനക്ക് എന്താടാ ശരിക്കും പറ്റിയത്? എന്റെ ശിവനെന്ന് വെച്ചാ തളർച്ചയില്ലാത്തവനാ. എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മുന്നിട്ട് ഇറങ്ങിയിരുന്നതും നീയായിരുന്നു. ഇപ്പൊ നിന്റെ ഇരിപ്പ് കാണുമ്പോ ഒന്നിനും നിനക്ക് താല്പര്യമില്ലാത്ത പോലെയാണല്ലോ. എന്താന്നറിയില്ല, ആ സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് നിന്നെപ്പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരടുപ്പം, അത് നിന്നോട് പോലും എനിക്കിപ്പോ തോന്നുന്നില്ല. ശിവ, നീ ഇത് എന്തൊക്കെയാടാ ഈ പറയുന്നത്? എന്ന് വെച്ച് ഞാൻ നിന്നെ ഉപേക്ഷിക്കൊന്നുമില്ല. എന്റെ ഒപ്പം തന്നെ ഞാൻ നിന്നെ കൂട്ടും. പക്ഷേ അതിനുവേണ്ടി നീ എനിക്ക് കുറച്ച് സമയം തരണം. ഈ സമയം തരണം എന്ന് പറഞ്ഞാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് നിന്നെ കൂടെ കൂട്ടി ഒരു വിവാഹത്തിന് നീ എന്നെ നിർബന്ധിക്കരുത്. സമയാവുമ്പോ ഞാൻ പറയാം, അപ്പോഴായിരിക്കും നമ്മുടെ കല്യാണം. ശിവ, ഇവൻ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന? ഇവന്റെ മനസ്സില് ശരിക്കും എന്താ സംഭവിച്ചിരിക്കുന്ന? ചങ്ക് ബ്രോ ആയിരുന്ന കുട്ടിയോട് പോലും ഇവൻ കൂട്ടു കൂടുന്നില്ല. ഇനി ഇവൻ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ സാറേ. ഇനി എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? രേഷ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് രേഷ്മ തന്നെയാണ്. അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞ രേഷ്മയ്ക്കും ഞങ്ങൾക്കും ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും.
ഞാനിനി എങ്ങനെയാ നിങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കളക്ടർ മേഡത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ എനിക്ക് സാറിനോടും പറയാനുള്ളത്. എനിക്കറിയില്ല. വിഷ്ണുവായിട്ടുണ്ടായിരുന്ന സൗഹൃദം അതെന്നെ ശല്യം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത്. രേഷ്മ, കള്ളങ്ങൾക്ക് ആയുസില്ല എന്നുള്ളത് മലയാളത്തിലെ വളരെ അർത്ഥവത്തായ ഒരു പഴഞ്ചൊല്ല. എത്ര വിദഗ്ധമായി മൂടിവെച്ചാലും സത്യം എപ്പോഴാണെങ്കിലും വെളിച്ചത്ത് വരും. അത് പ്രകൃതിയുടെ തന്നെ ഒരു നിയമമാണ്. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം രേഷ്മയ്ക്ക് ഇപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ പറയുന്നത് കള്ളമാണെന്ന് ചില ആൾക്കാരുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും. അത് ഞങ്ങൾ പോലീസുകാരുടെ ഒരു ട്രേഡ് സീക്രട്ടാ. ഇവിടെ ഇപ്പോ രേഷ്മ പറയുന്നതൊന്നും രേഷ്മയുടെ മുഖം സമ്മതിച്ചു തരുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? പറയുന്നത് കള്ളമാണെന്നല്ലേ? കള്ളം പറയുന്ന വ്യക്തിക്ക് അത് പിടിക്കപ്പെടുമോ എന്ന ഭയവും കുറ്റബോധവും എപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇത് സമാധാനം കെടുത്തും. അതിന്റെ ഒരു വിങ്ങല് മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്യും. രേഷ്മ ഞങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമാണ്. യഥാർത്ഥ സത്യം പറയുന്നത് വരെ രേഷ്മയെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അതൊരു പക്ഷേ ഒരു സൗഹൃദപരമായ അന്തരീക്ഷത്തിലായിരിക്കില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ. വിഷ്ണു എന്റെ സുഹൃത്താണ്. വിഷ്ണുവിനെ കാണാതായതിൽ നിങ്ങൾ എന്നെ മാത്രമേ സംശയിക്കുന്നുള്ളൂ? ശരി, എങ്കിൽ എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യേ. പക്ഷേ വ്യക്തമായിട്ടുള്ള തെളിവ് വേണം. വിഷ്ണുവിനെ ഞാനാണ് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ള സോളിഡ് എവിഡൻസ് അങ്ങനെയൊന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനം മാത്രമാ. 100 വട്ടം ഒരേ ചോദ്യം പല രീതിയിൽ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. കളക്ടർ ശാലിനി വിഷ്ണുവിന് കൊടുത്ത മറുപടി തന്നെയാ ഞാൻ സാറിനും തരുന്നത്. വിഷ്ണു എന്റെ സുഹൃത്ത് മാത്രമാ. അതിനപ്പുറം ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല.